ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം ആസ്ട്രേലിയൻ പാർലമെൻറ്റിലെ വിക്ടോറിയ പാർലമെൻറ്റിൽ വെച്ച് ഈ മാസം 14-ാം തീയതി നടത്തുകയാണ്. 16 മതങ്ങളുടെ പ്രതിനിധികളും മലയാളികളല്ലാത്തവരും വിവിധ മതങ്ങളുടെ നേതാക്കന്മാരുമായി ഏതാണ്ട് 80ഓളം മതപണ്ഡിതന്മാർ പങ്കെടുക്കുന്നതും ശിവഗിരി മഠത്തിലെ സന്യാസി വര്യന്മാരും ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ഈ ലോകമത പാർലമെൻറ്റ് ഒരു ചരിത്ര സംഭവമായി തീരുകയാണ്. ഇതാദ്യമായിട്ടാണ് ഒരു പാർലമെൻറ്റ്, ഒരു ഗവൺമെൻറ് അവരുടെ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനോടും ഗുരുവിൻ്റെ ദർശനത്തോടും ആദരവ് പുലർത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ശിവഗിരി മഠം ഈ ആസ്ട്രേലിയൻ പാർലമെൻറ്റിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ശിവഗിരി മഠത്തിൻ്റെ സഹകരണത്തോടുകൂടി ആസ്ട്രേലിയൻ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ഈ സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവിധമായ വിഭാഗീയ ചിന്താഗതിക്കും അതീതമായി മാനവരൊക്കെയും ഒന്ന്, മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ലോക സമാധാനം സൃഷ്ടിക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നിവയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഈ മാസം 23-ാം തീയതി ഉച്ചയ്ക്ക് ശിവഗിരിയിലെത്തുകയും ശിവഗിരിയിൽ വച്ച് ശ്രീനാരായണ ഗുരു മഹാസമാധി പ്രാപിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷം 3 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സമുദ്ഘാടനം ചെയ്യുകയാണ്. 2028 സെപ്റ്റംബർ 20-നാണ് ഗുരുദേവൻ്റെ മഹാസമാധി. ഈ 2025 മുതൽ 2028 വരെയുള്ള കാലയളവിൽ ലോകമെമ്പാടും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി SNDP യോഗം, ശ്രീനാരായണ ഗുരുകുലം, ഗുരുധർമ്മ പ്രചരണ സഭ, ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ തുടങ്ങി മുഴുവൻ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെയും സംയുക്തമായ സഹകരണത്തോടു കൂടിയാണ് ഈ ശതാബ്ദി ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ മാസം 23-ാം തീയതി സമുദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആചരണ അനുഷ്ഠാന പരിപാടികൾക്ക് ശിവഗിരി മഠത്തിൽ ആരംഭം കുറിക്കപ്പെടും.